ചെയർമാൻ പോയി, മോളിൽ ചെയർമാൻ പോയി, സെക്രട്ടറി ഉണ്ട്. അല്ല ചെയർമാൻ പോയി. ചെയർമാൻ പോയി. സെക്രട്ടറിയുടെ പേര് സെക്രട്ടറി ഇവിടെ സെക്രട്ടറി ഇവിടെ ഈ റൂം അത് കൂട്ടിയിട്ടേക്കാൻ വേണം. ഇവിടെ ആളുണ്ടാവും. അതെ, വീട്ടിൽ പോയി ലീവാണ്. നമ്മുടെ ആരോഗ്യമാവും ഇവിടെ ആരോഗ്യമാവും. സൂപ്രണ്ട് പോട്ടെ, ഇതിനകത്ത് പോവാം. ഇവിടെ ഇതിനകത്ത് മനസ്സിലായല്ലോ. തെരുവുനായ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നത് ഇവിടുന്ന് കൊല്ലണമെന്ന് പറയുന്നത് നിങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് സാറിൻ്റെ കൊച്ചുങ്ങളെയും പട്ടി അടിച്ചാൽ പോവും. അതുകൊണ്ട് നിർബന്ധമായി മാറ്റിയേ പറ്റൂ. ഇതിപ്പോൾ തെരുവുനായ രണ്ടാം വിഷയമാണ്. ഇനി വന്നാൽ സാറാ ഇതിപ്പോൾ കളിയാക്കൊണ്ടായാലും ഇതിനപ്പുറം നിങ്ങൾ കാണിച്ചു ഒറ്റയ്ക്കായാലും ചെയ്യാൻ പറ്റുന്നേ. അതുകൊണ്ട് പന്ത്രണ്ടോടെ കാര്യങ്ങൾ നിർദ്ദേശം വെച്ചു. ഇത് പാസ്സാക്കേണ്ടത് ഇവിടുത്തെ കർമ്മയാണ്. സാറിൻ്റെ മക്കൾക്കുള്ളതാണ്. അല്ലെങ്കിൽ സാറന്മാർ ജോലി രാജിവെച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളുകളിൽ പോകും. അങ്ങനെ കൊണ്ട് സാറന്മാർക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്തിരി ആക്കി മാറും. ഇതിൻ്റെ ഫ്രണ്ടിലെ ഫ്രണ്ടിൽ അതല്ലേ ബാക്കി സാധനം
തെരുവുനായ വിഷയം കൊടുത്തോ നിങ്ങൾ പേടിച്ച് അന്നേരം ഞാൻ കുഞ്ഞുങ്ങളെന്തോ പേടിക്കണം, കുഞ്ഞുങ്ങളെന്തോ പിഴച്ച്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ പോകുമ്പോഴേ അതിന് പുറത്തിറങ്ങി സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളും ഈ രാവിലെ ബൈക്കിനകത്തും അത് അല്ലാതെ രാവിലെ നടക്കാനൊക്കെ പോകുന്നേ പട്ടി വന്ന് അടിച്ചാലുണ്ടല്ലോ തീർന്നു കഴിഞ്ഞ ഇവിടെയൊക്കെ ചെയ്യുന്ന പരിപാടി എന്തോ ഞാൻ തീർത്ഥം കുറയുക. പഞ്ചായത്തിൻ്റെ ഒരു അനാവസ്ഥ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ അനാവസ്ഥ എന്ന് പറഞ്ഞാൽ വന്ധീകരണം ചെയ്തിട്ട് ഇവിടെ ഇത്ര ഒരു മാർക്കുണ്ട്. ഇവിടെ നിങ്ങൾ എന്തോ വെച്ചു സ്റ്റിക്കർ ഒരു വെച്ചു കടി എന്നാലും കടിക്കാനുള്ള ആൾക്കാർ നമ്മളെ കഴിച്ചു കൊടുക്കും. അതിൻ്റെ ഒരു ഒന്നായിട്ടാണ് ഞാൻ മഞ്ചേശ്വരം മുതൽ ഓൾ കേരള യാത്രയാണ്. ഇന്ന് 33 ദിവസം ഇവിടെ എത്തിയത്. പഞ്ചായത്ത് മാത്രമല്ല പട്ടി ആട് വളരെ ഉപദ്രവിക്കും. ആട് വളരെ ഉപദ്രവിക്കും. ഇല്ല. പശു ഉപദ്രവിക്കും. ഇല്ല. ഇതിനൊക്കെ അറക്കാൻ ഈ രാജ്യത്ത് നിയമോട് ലൈസൻസ് ഉണ്ട്. ഈ പട്ടീനെ കൊല്ലാൻ ഈ കോടതി എന്താ പറയാറ്? നിയമജ്ഞനായ ഹൈക്കോടതി പോലും പട്ടിയെ കൊല്ലണമെന്ന് പറയാറില്ല. ഇത് ഞാൻ പറയുന്നത് കൊല്ലണമെന്നല്ല, അതായത് കൊല്ലണം. ജീവന് ഹാനികരമാണ്. അവരെ കൊല്ലില്ല. കോടതി നമ്മൾ കോടതിയോട് കോടതി എന്ന് പറയുന്നത് അതായത് പഞ്ചായത്ത് പഞ്ചായത്തിലൊന്നും പട്ടി ടെക്നിക്കലുള്ള ആളിനെ കണ്ടെത്തി വരുമ്പോഴത്തേക്ക് ഈ രാജ്യത്ത് ആ പട്ടിയുടെ പഞ്ചായത്ത് അപ്പുറത്തോട്ട് ഈ തെരുവുനായകളെ വന്ധീകരിച്ച് നമ്മൾ മാറ്റാനുള്ള സമയം എത്ര കോടി രൂപ അതിനുള്ള പദ്ധതി എന്താണെന്ന് വെച്ചാൽ പണം വേണ്ട കേട്ടോ. നമ്മുടെ രാജ്യത്ത് ഒരു സാധനം ഒരു ഫുഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ജില്ലാ ഭരണസമിതി കൂടിയ യോജന എന്താ തീരുമാനം? ഭക്ഷണം പാകം ചെയ്തത് ശുദ്ധമായ ജലത്തിലാണെന്ന് ഉറപ്പുവരുത്തണമെന്ന്. വെള്ളം കുടിക്കണ വെള്ളം പിന്നീട് പറ്റി നമ്മുടെ രാജ്യത്തൊക്കെ നിയമന്മാർ തടയാൻ പറ്റും. യാത്ര എനിക്ക് ഉറപ്പ് കിട്ടി എല്ലാ പഞ്ചായത്തിലേക്കും റിപ്പോർട്ടുകളും കാര്യങ്ങളും ഹൈക്കോടതി നിയമം പാർലമെന്റ് നിയമം വരെ ഉണ്ടാക്കിയിട്ടും ഇന്ന് പ്രതിനിധികളും കൊടുക്കണ്ടേ? അത് ഇതിൻ്റെ അത് വേറെ സംഭവം എന്ന് അറിയോ? ഇപ്പൊ പറഞ്ഞ എല്ലാം കറക്റ്റാണ്. ഇപ്പൊ ഇയാൾ ഒറ്റക്കാണ് പ്രതികരിക്കുന്നത്. നമ്മള് കൂട്ടായിട്ട് പ്രതികരിച്ചാൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? അല്ലേ? എനിക്ക് എന്റെ പാടത്തോണ്ട് മിക്ക പറഞ്ഞ എന്റെ പാട് അതിനെക്കാട്ട് ഹൈക്കോടതിയിലേക്ക് ഒരു മാർച്ച് കെട്ടും. ഞങ്ങളെല്ലാം പോകും. കോടതിയാണ് കോടതി വേണ്ട അപകടകരമായ നായകളൊക്കെ കൊല്ലാൻ ഉത്തരവിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി ചെയ്യും. 2000-3000 കോടി രൂപയുടെ മരുന്നാണ് നമ്മൾ ഈ പട്ടി കേട്ടോ. ഈ പക്ഷിബന്ധമായ കമ്പനിക്കാരെ കോടികളാണ് കൊടുക്കുന്നത് ഈ പട്ടിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി. ആ നിയമം മാറ്റണമെന്ന് പറയുമ്പോൾ വേറെ സമയം ചെയ്യണം. എന്നാൽ മാത്രമേ തീരുമാനം ആടിനെ കൊല്ലാലോ, പശുവിനെ കൊല്ലാലോ, കോഴിയെ കൊല്ലാലോ, താറാവിനെ കൊല്ലാലോ. പഞ്ചായത്തിന്റെ ഓർമ്മയാണ്, അല്ലെങ്കിൽ വേണ്ട ബന്ധപ്പെട്ട അധികാരികളെ എനിക്ക് പറയാനുള്ളത് തെരുവിൽ നിന്ന് വരുത്തുന്നു. അത് നിർബന്ധമായ കേസാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ബിൽഡിംഗ് ടാക്സിലെ രസീറ്റ് നഷ്ടപ്പെട്ടു പോയി. ബിൽഡിംഗ് ടാക്സ് അടക്കേണ്ട പേപ്പർ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിൽഡിംഗ് നമ്പർ മതിയാണ്. ഇവിടെയാണ്. ഞാൻ വരാം.
കളമശ്ശേരി കളമശ്ശേരി മുനിസിപ്പാലിറ്റി കിട്ടിയത് കിട്ടിയ നോട്ടീസ് പരാതിയുടെ കോപ്പി. ഇവിടെ തന്നെ റിപ്പോർട്ട്. ഇതെല്ലാം അവിടെ മുഖ്യമന്ത്രി കോടതിയിലൊക്കെ പോകുന്നത്. എത്ര നാളായി തുടങ്ങിയിട്ട് ഇത് സ്റ്റാർട്ടിങ്? 33 ദിവസം. 33 ദിവസമായി. ഫസ്റ്റ് കാസർഗോഡ് നിന്നാണോ? കാസർഗോഡ് മഞ്ചേശ്വരം. എപ്പോൾ തുടങ്ങി കാസർഗോഡ് നിന്ന്? 33 ദിവസമായി. അല്ല സ്റ്റാർട്ടിങ് രാവിലെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ഓക്കെ. ചെരുപ്പ് പോലില്ല. കൊല്ലം 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 ദേവകര. കൊല്ലം ദേവകര. അല്ല എവിടെ? ആ നമ്മുടെ ദേവകര ഒരു അമ്മയെ മരുമോള് അടിച്ചു തുറന്നു. അതങ്ങനെ കൈവിട്ട് കേസാണ്. പിന്നെ കുത്തിപ്പൊട്ടി നജി. കഴിഞ്ഞില്ലേ?